ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ആം നിമിഷ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നംപൈയുടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കണ്ടു അല്ലേ? ഇന്ന് നമ്മൾ നംപൈ നമ്മുടെ സിസ്റ്റത്തിലോട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നായിരിക്കും നോക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാളേഷൻ ഓഫ് നംപൈ. അപ്പം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നംപൈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ ഈ പാത്ത് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പൈച്ചാം ഓപ്പൺ ചെയ്തിട്ട് പൈച്ചാമിൽ ഫയലിൽ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ പ്രൊജക്റ്റിൻ്റെ പേര് ഞാൻ മാറ്റുന്നുണ്ട്. ഓക്കെ, പ്രൊജക്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുക്കുന്നുണ്ട്. ലൊക്കേഷൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നംപൈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലൊക്കേഷനും ഞാനവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ക്രിയേറ്റ് എന്ന് കൊടുക്കുക, ദിസ് വിൻഡോ കൊടുക്കുക. പ്രൊജക്റ്റിന് പേര് മാറ്റാം, ലൊക്കേഷൻ മാറ്റാം, ക്രിയേറ്റ് കൊടുക്കുക, ദിസ് വിൻഡോ കൊടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. വെയിറ്റ് ചെയ്യാം കേട്ടോ, അതൊന്ന് സ്റ്റാർട്ട് ആവട്ടെ. ഓക്കെ, താഴെ കുറേ ലോഡാവുന്നുണ്ട്. അതൊക്കെ ലോഡായി കഴിഞ്ഞോട്ടെ കേട്ടോ. ഇതൊക്കെ ഒന്ന് ലോഡാവട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവേ. Okay, using Python interpreter, discovering binary modules. അതിപ്പോൾ കഴിയും. വെയിറ്റ് ചെയ്യട്ടോ 1 second. Updating Python interpreter. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഇവിടെ ലോഡായിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ഹാംബർഗർ മെനു ഇല്ലേ, അത് ക്ലിക്ക് ചെയ്താൽ ഫയൽ മെനു വരും. ഫയലിൽ താഴെ ന്യൂ പ്രോജക്റ്റ് സെറ്റപ്പ് കണ്ടോ, അതിൽ സെറ്റിംഗ്സ് ഫോർ ന്യൂ പ്രോജക്റ്റ് എടുക്കാം. അതിലെന്ത് ചെയ്യുക, പൈത്തൺ ഇൻ്റർപ്രറ്റർ എടുക്കാം. നിങ്ങളുടെ ഇവിടെ ചിലപ്പോൾ നോ ഇൻ്റർപ്രറ്റർ എന്നായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക. അത് ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പൈത്തൺ 3.12 എന്നുള്ളത് സെലക്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? ഐ മീൻ എൻ്റെ വേർഷൻ ഇതാണ്, നിങ്ങളുടെ ഏതാണ് വേർഷൻ ആ ഒരു വേർഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, 3 ഏതാണോ വേർഷൻ ആ ഒരു വേർഷൻ സെലക്ട് ചെയ്യുക. ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ പൈത്തൺ ഇൻ്റർപ്രറ്റർ അവിടെ ചൂസ് ചെയ്തു. ഇനി എഗെയിൻ ഇതിലൂടെ തന്നെ പോവുക, ഫയലിൽ പ്രോജക്റ്റ് സെറ്റപ്പിൽ സെറ്റിംഗ്സ് ഫോർ ന്യൂ പ്രോജക്റ്റ് എടുക്കാം. ഇതിലിവിടെ ഒരു പ്ലസ് സിമ്പിൾ കണ്ടോ, ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട്, ഈ ഒരു പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ പാക്കേജസ് ഇപ്പോൾ ലോഡായിട്ട് വരും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നംപൈ എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നംപൈ ലോഡാവട്ടെ കേട്ടോ. എൻ്റെ സിസ്റ്റം കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നംപൈ എന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നംപൈ എന്ന് മാത്രമായിട്ട് ഒരെണ്ണം കണ്ടോ. അതിന് താഴെ കുറേ ഉണ്ട്, നംപൈ ലൊക്കേറ്റർ, പി ബെഞ്ച്, ക്യാമറ എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അതൊന്നും എടുക്കരുത്. നിങ്ങൾ എടുക്കേണ്ടത് ഏതാ, നംപൈ എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. ഇവിടെ ഒരെണ്ണം ടിക്ക് ഇട്ട് കൊടുക്കുക. ടിക്ക് ഓൾറെഡി ടിക്ക്ഡ് ആണ് എൻ്റെ, നിങ്ങളുടെ ടിക്ക് ആയിട്ടില്ലെങ്കിൽ ടിക്ക് ഇട്ട് കൊടുക്കുക. അതില്ലെങ്കിലും കുഴപ്പമില്ല, ടിക്ക് ഇട്ട് കൊടുത്തോ. ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ. ഓക്കെ, ടിക്ക് ചെയ്തു. ഇനി ഇവിടെ കണ്ട ഇൻസ്റ്റാൾ പാക്കേജ്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാളിംഗ് എന്നാണ്, വെയിറ്റ് ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ കളർ അവിടെ വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, യെസ്, പാക്കേജ് നംപൈ ഇൻസ്റ്റാൾ സക്സസ്ഫുള്ളി എന്ന് വന്നു. ഇനി എന്ത് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഫൈൻ. ഓക്കെ, ഇനി നംപൈ ഇൻസ്റ്റാൾ ചെയ്തോ, സക്സസ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തോ ഇല്ലേ എന്ന് എനിക്ക് പറയണം. ഓക്കെ, അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പ്രോജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒരു പുതിയൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ test1 എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ട് നംപൈ ആസ് np എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എറർ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എറർ വരുന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാളേഷൻ സക്സസ് അല്ല എന്നർത്ഥം. ഒരു മിനിറ്റ്. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ഈ നംപൈ എറർ വന്നിട്ടില്ലേ, അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷോ കോണ്ടെക്സ്റ്റ് ആക്ഷൻസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇൻസ്റ്റാൾ പാക്കേജ് നംപൈ എന്ന് കണ്ടോ, അതൊന്ന് കൊടുക്കുക. ഒന്ന് ഇൻസ്റ്റാൾ ആവട്ടെ കേട്ടോ, താഴെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്.
Installing package numpy. ഇതെന്തിനാ ഇമ്പോർട്ട് numpy as np എന്ന് കൊടുത്തേ? നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ചെല്ലപ്പേരുണ്ടല്ലേ. എൻ്റെ പേര് നിമിഷ, പക്ഷെ എന്നെ നിമു എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആരെങ്കിലും പേരൊക്കെ ആണെങ്കിൽ അച്ചു, അപ്പു, അമ്മു എന്നൊക്കെ വിളിക്കണ്ടല്ലോ. അതേപോലെ തന്നെ നംപൈക്ക് നമ്മൾ ഒരു ഷോർട്ടസ്റ്റ് ഫോം കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നംപൈ എന്ന് മുഴുവൻ എഴുതണ്ടേ? നംപൈ എന്നുള്ളത് ചെറുതാണ്, എന്നാലും ഒന്നുകൂടെ ഷോർട്ട് ആക്കിയേ ഉള്ളൂ. നംപൈ എസ് എൻ പി. ഓക്കെ, യെസ്. പാക്കേജ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യട്ടെ. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവിടുത്തെ എറർ പോകും. വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് ചിലർക്ക് ഉണ്ടാവുള്ളൂ ഇങ്ങനെ എറർ. അത് നിങ്ങളുടെ സിസ്റ്റത്തിനും കോൺഫിഗറേഷൻ ഇഷ്യൂ കൊണ്ടായിരിക്കും. ചിലർക്ക് അങ്ങനെ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അതേ ഇൻസ്റ്റാളേഷൻ സക്സസ് ആയിട്ടുണ്ടായിരിക്കും. ചിലർക്കാണ് ഇങ്ങനെ എറർ വരാം. എൻ്റെ സിസ്റ്റത്തിൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പം നമ്മൾ ഓരോ പ്രോജക്റ്റിനായിട്ട് നംപൈ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്യണത്. വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ സിസ്റ്റത്തിന് നല്ല സ്പെക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. നമ്മൾക്ക് കുറച്ചും കൂടി വലിയ വലിയ മോഡൽസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട ടൈമിൽ സിസ്റ്റത്തിന് നല്ല സ്പെക്ക് വേണം എന്തായാലും. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. എൻ്റെ വർക്കിംഗ് സിസ്റ്റം വേറെയാണ്. അപ്പോൾ ഇതിനത്ര സ്പെക്ക് ഉണ്ടാവത്തില്ല. ഇതിലെല്ലാ ടൂൾസും എല്ലാം കൂടിയുണ്ട്. സൈബർ സെക്യൂരിറ്റി ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ ഡാറ്റാ സയൻസിൻ്റെയും പൈത്തൺ, റിയാക്ട് അങ്ങനെ എല്ലാം കൂടി ഇതിൽ കിടപ്പുണ്ട്. അതാണ് അത്ര ഭയങ്കര സ്ലോ ആവുന്നത്. അതിന് പുറമെ ഇപ്പോൾ നോഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, പവർ ബി ഐ ഉണ്ട്. ഓക്കെ, ഷോൾ വെയിറ്റ് ചെയ്യുക. നംപൈ ഇൻസ്റ്റാൾ ആയി. ഇവിടുത്തെ എറർ പോയി കണ്ടോ? നംപൈ എസ് എൻ പി എന്നുള്ള എറർ പോയി. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നംപൈയുടെ. അതിനായിട്ട് പ്രിന്റ് എൻ പി ഡോട്ട് അണ്ടർസ്കോർ അണ്ടർസ്കോർ വേർഷൻ അണ്ടർസ്കോർ അണ്ടർസ്കോർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഏതാ വേർഷൻ? 2.1.2 എന്നാണ് നംപൈയുടെ ഇപ്പം ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുന്ന വേർഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ നംപൈയിൽ നിങ്ങൾ നംപൈയുടെ യൂസേജസ് ഞാൻ നോക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ടുണ്ടായിരുന്നോ? ഫൈൻ, ഞാൻ കാണിച്ചുതരാം. യൂസേജസ് അല്ലേ? നംപൈ എന്ന് പറയുന്നത് പൈത്തണിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ലൈബ്രറിയാണ്. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അത് മെയിനായിട്ട് നമ്മൾ എന്തിനാണ്? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. മെയിനായിട്ട് നമ്മൾ അറേ ഓപ്പറേഷൻസും ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അറേ ക്രിയേഷൻ, മാനിപ്പുലേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ടാവും ബ്രോഡ്കാസ്റ്റിങ്ങിന്, പിന്നെ റാൻഡമായിട്ട് നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ ഡാറ്റ അനാലിസിസിനും മാനിപ്പുലേഷനും ഇമേജ് പ്രോസസ്സിങ്, മെഷീൻ ലേണിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഏത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും? നംപൈ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്നതാണ് നംപൈ വിത്ത് അറേ, അല്ലെങ്കിൽ അറേ യൂസിങ് നംപൈ. ഓക്കെ, അപ്പോൾ അറേ എന്താ? വാട്ട്സ് അറേ? അറേ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡാറ്റ എന്ന് വേണമെങ്കിൽ അറേനെ നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ പൈത്തൺ പഠിച്ച ടൈമിൽ അറേയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ നമുക്ക് അറേ നേരിട്ട് നമ്മളിപ്പം സിയിലൊക്കെ ഉള്ള പോലെ അറേ എന്നുള്ള നേരിട്ട് കൺസെപ്റ്റ് ആയിട്ടായിരിക്കില്ല. അറേ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതിനുള്ളിൽ ലിസ്റ്റ് ഒക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? അപ്പം നമ്മളിപ്പം ഒരു നോട്ട് പാഡ് എടുക്കട്ടെ കേട്ടോ. ഇപ്പം 1 2 3 ഇതെന്താ? ഇതിൻ്റെ നമ്മൾ ടൈപ്പ് ഓഫ് LST ഇതൊന്ന് പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ പ്രിന്റിനുള്ളിൽ കൊടുക്കണേ. പ്രിന്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ ഒരു ലിസ്റ്റിൻ്റെ ടൈപ്പാണ്, ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസ് ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുക അല്ലേ? എന്തായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുക? ക്ലാസ്. ഏത് ക്ലാസ് ആയിരിക്കും? ലിസ്റ്റ് ക്ലാസ് ആയിരിക്കും ഇവിടെ പ്രിന്റ് ആവുക അല്ലേ? ഇനി LST = 1, 2, 3 ഇത് ഞാൻ പ്രിന്റ് ചെയ്യിക്കുന്നു. അപ്പോൾ ഇത് ഏത് ക്ലാസ് ആയിരിക്കും? ക്ലാസ്
ടപ്പിൾ ആയിരിക്കും അല്ലേ. ഇനി LST ഈക്വൽ ടു ഇപ്പം ഞാൻ കേളി ബ്രേസസ് ഇട്ട് കൊടുക്കണം. അപ്പം അതേതായിരിക്കും? ഡിക്ഷണറി ആണോ സെറ്റ് ആണോ? ഒബിയസ്ലി അതെന്തായിരിക്കും? ഡിക്ഷണറി അല്ല, സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഓരോ ഡാറ്റ ടൈപ്പ് വന്നു. ഇനി ഞാനിപ്പോൾ നംപൈ യൂസ് ചെയ്തിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഏതായിരിക്കും അറിയോ? n ഡയമെൻഷണൽ അറേ. ഇതായിരിക്കും അതിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയുന്നത്, n ഡയമെൻഷണൽ അറേ. നംപൈ യൂസ് ചെയ്തിട്ട് നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ ടൈപ്പ് എന്ന് പറയുന്നത് ഏതായിരിക്കും? n ഡയമെൻഷണൽ അറേ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എങ്ങനെ ഒരു അറേ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം? നംപൈയിൽ ഇതിൽ തന്നെ ഞാൻ ചെയ്തു തരാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒരു പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പ്രോജക്റ്റ് അല്ല, ഫയൽ ക്രിയേറ്റ് ചെയ്യണു. അറേ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ക്രിയേറ്റിംഗ് അറേ. ആദ്യം തന്നെ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് നംപൈ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യാൻ എന്താ ചെയ്യുക? ഇമ്പോർട്ട് numpy as np എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ np കൊടുത്തില്ലെങ്കിൽ എല്ലാത്തിലും numpy dot തന്നെ കൊടുത്തു പോകണം. അത് കൊടുക്കാതിരിക്കാനാണ് ഞാൻ np എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതൊരു ചെറിയൊരു അലിയാസ് നെയിം കൊടുത്തു നോക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഞാൻ a ഈക്വൽ ടു np ഡോട്ട് numpy എന്ന് കൊടുക്കണോ? വേണ്ട, np എന്ന് മാത്രം മതി. np ഡോട്ട് അറേ എന്നുള്ള ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണം. അതിനുള്ളിൽ ലിസ്റ്റ് ആണോ ടപ്പിൾ ആണോ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ലിസ്റ്റ് ആണ് കൊടുത്തു നോക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? പ്രിന്റ് എ ഞാൻ പ്രിന്റ് ചെയ്യിക്കുന്നു. ക്ലിയർ ആയോ? റൺ ചെയ്ത് നോക്കാം. അതെ, ആ ഒരു നംപൈ അറേ അവിടെ അത് ക്രിയേറ്റ് ആയിട്ട് വന്നു. ഇനി ഞാനിതിൽ പ്രിന്റ് ടൈപ്പ് ഓഫ് എ കൊടുക്കുന്നു. എന്താ വന്നേ? നംപൈ ND അറേ. ND അറേ എന്ന് വെച്ചാൽ എന്താ? n ഡയമെൻഷണൽ അറേ എന്നാണ് വന്നത്. ഓക്കെ, നംപൈ ക്ലാസ് എന്താ വന്നിട്ടുണ്ടായിരുന്നേ? നംപൈ ND അറേ എന്നാണ് വന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് ചെയ്ത് നോക്കുക. ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് സക്സസ് ആയോ നോക്കുക. അതിൻ്റെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ ഒരു അറേ ഒന്ന് നംപൈ അറേ ഒന്ന് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ ഇത് പറഞ്ഞേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തതല്ല. ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ്റെ ഒപ്പം തന്നെ ഇതൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാളേഷൻ സക്സസ് ആക്കി സെറ്റാക്കി വെക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. Okay, so that's all for this video. Thank you. Have a nice day.